വേശ്യാലയങ്ങൾ വരണം. കാരണം നമ്മുടെ നാട്ടിൻ്റെ ലൈംഗിക അത്യാഗ്രഹം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ ഒരു പരിധിവരെങ്കിലും നിർത്തണമെങ്കിൽ ഇതുപോലുള്ള വേശ്യാലയങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് വരണം. എൻ്റെ ചിന്തകൾ എന്ന ഈ ചാനലിലൂടെ ഈ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞ ഈ അഭിപ്രായം 100% ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതും ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ വന്ന ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷവും ബഹുമാനവും തോന്നുന്നു. സ്ത്രീ സമൂഹത്തിൻ്റെ വക്താവെന്ന നിലയിൽ നാട്ടിൽ കാണുന്ന ലൈംഗിക അക്രമങ്ങൾ കണ്ട് മനസ്സ് എത്ര മടുത്തിട്ടായിരിക്കാം ആ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പബ്ലിക്കിൽ വന്ന് പറയാൻ ധൈര്യം കാണിച്ചത്. നല്ല ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. സത്യത്തിൽ ഇങ്ങനെ ഒരു മേഖലയുടെ അഭാവമാണ് കേരളത്തിൽ ഇത്രയും അധികം സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ ദിനം കൂടി വരുന്നത്. 2 വയസ്സുള്ള കുഞ്ഞിനെയോ 70 വയസ്സുള്ള അമ്മമാരെയോ എന്തിന് ശവത്തിനെ വരെ തോണ്ടിയെടുത്ത് അവരുടെ ലൈംഗിക ആക്രാന്തത്തിന് ഇരയാക്കുന്നു. ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉള്ളതുപോലെ തന്നെ ലൈസൻസ്ഡ് ആൻഡ് ലീഗൽ ബ്രോതൽസ് അവൈലബിൾ ആക്കണം. ഒരു 80% സ്ത്രീകൾക്ക് നേരെയുള്ള പരാക്രമങ്ങൾ കുറയുമെന്നാണ് എൻ്റെ ഊഹം. പിന്നെ ബാക്കിയുള്ളവരെ വേറെ മരുന്ന് കണ്ടുപിടിക്കേണ്ടി വരും. മദ്യം സർക്കാർ വിൽക്കുന്ന ഒരേ ഒരു നാട് നമ്മുടേതായതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സർക്കാർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അതിലൊരു തെറ്റും കാണുന്നില്ല. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ അവരെ ഒരിക്കലും കുറച്ച് കാണാനും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ ഇറങ്ങിത്തിരിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഇന്ന് കാണുന്ന ലൈംഗിക ആക്രമണങ്ങൾക്ക് ഇനിയും ഇരകളായിക്കൊണ്ടേയിരിക്കും. എന്തിനു പറയണം, വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പോലും ഒരു പരിധിവരെ ആശ്വാസം കിട്ടും. കാരണം അതുപോലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ ഇതിനൊരു പരിഹാരമാകുമെന്ന്, അതുവഴി നമ്മുടെ സ്ത്രീജനങ്ങളോടുള്ള അക്രമങ്ങൾക്ക് ഒരു അറുതി വരുമെന്നും നമുക്ക് ആശിക്കാം. അപ്പോൾ പതിവ് പോലെ പോരാടാൻ കൂടുന്നെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഫോളോ. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.